അസ്സലാമലൈക്കും. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് ഇന്ന് ഇട്ടോണത്തേക്ക് പോവാണ് കേട്ടോ. ഉമ്മ പോയിട്ടില്ല, അമ്മ ഇവിടെ ഉണ്ട്. ഞാനും ഉമ്മയും കൂട്ടിയിട്ട് ഇട്ടോണത്ത് പോയിട്ട് കുറച്ച് തൈകളൊക്കെ അമ്മ അവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടുന്ന് ഇട്ടോണത്ത് പോയിട്ട് എടുത്തിട്ട് വീണ്ടും കൂട്ടുപാതയിൽ വന്ന് ഞങ്ങളുടെ സ്ഥലത്ത് അത് വെക്കണം, കുഴിച്ചിടണം. എന്നിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് വരണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും ചെടികൾ വെക്കണതും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ. ബസ്സിന് കാത്തിക്കൽ തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ടോ. അരമണിക്കൂറായില്ലമ്മ? ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ബസ് ഇതുവരെ കിട്ടിയിട്ടില്ല. തണൽ നോക്കിയിട്ടൊരു ഭാഗത്ത് സൈഡായിട്ട് നിൽക്കുക കേട്ടോ. ആരാണ് വർത്താനം കേൾക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അവിടെ മോൾട്ടിയൊക്കെ നിൽക്കണ്ടല്ലോ. മോൾട്ടി, മോന് വഹാബ് കാറ് കഴുകാൻ വന്നുണ്ട്. അല്ലാ അയ്യ, വഹാബ് ഫോണ് കണ്ടോ. വണ്ടി കഴുകാ മോൾട്ടിയെ. സലമോനെ ഞങ്ങൾ പോവട്ടാ. ഉമ്മ വിഷമം പറയാട്ടോ. ഉമ്മ 4 ദിവസത്തിൻ്റെ വീട്ടിൽ നിന്നപ്പോതാ ചെടികളൊക്കെ ഉണങ്ങി. ആടാ കുറ്റമ്മൻ്റെ ഉമ്മയുടെ ചെടിയൊക്കെ ഉണങ്ങിയിട്ട് എൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പാവട്ടോ. എന്താ മോൾട്ടി, അതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ ജീവി, എന്തെങ്ങനെ? അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ട് വളപ്പിലേക്ക് പോവട്ടെ. ഞങ്ങളുടെ വളപ്പിൽ ഉമ്മ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി. ഇതാണ് ചാമ്പക്കട തൈ, ചാമ്പങ്ങ തൈ. ഇത് എത്ര ഒരെണ്ണേ ഉള്ളൂ? അങ്ങനെ അങ്ങോട്ട് മുള വന്നിക്കുകയാണല്ലേ. ഇത് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനുള്ളതാട്ടോ. ഇനി അടുത്ത എന്ത് ചെയ്യും? നമ്മോടത്ത് ചാമ്പക്ക പഴുത്തിക്കണ്. ഇതിന് മുള മുല്ലപ്പൂ കൂടാറായില്ലല്ലേ. ഇതാണ്ടോ ചാമ്പങ്ങ, മാഷാ അല്ലാ. ചാമ്പങ്ങ നിൽക്കണ നോക്കി. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീണിട്ടുണ്ടായതാട്ടോ ഒരു തൈ. അപ്പം ഉമ്മ എൻ്റെ സ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് കാത്ത് സൂക്ഷിച്ചെടുത്തതാണ് ആ തൈ. ഇതൊക്കെ കൊണ്ടാവും നമുക്ക് പൊട്ടിച്ചിട്ട്. മാഷാ അല്ലാ, നിറച്ച് ചാമ്പങ്ങ ഉണ്ട് കേട്ടോ. അത് നോക്കിയേ, നല്ല ചുവന്നിട്ട് നിൽക്കുന്നു. ഇതൊക്കെ പൊട്ടിക്കലാണ് ടാസ്ക്. ഒന്നുമില്ലടി, ചാമ്പങ്ങ ഇഷ്ടം പോലെ നിൽക്കണ്ടല്ലോ മോൾട്ടിയെ. എന്താ പൊട്ടിക്കാഞ്ഞ്? അത് പിന്നെ പൊട്ടിക്കൂല്ലേ. ഇതിൽന്നാണ് കേട്ടോ വേപ്പിൻ്റെ തൈ പറിക്കണം. ഉമ്മ കൈക്കോട്ടൊക്കെ ആയിട്ട് റെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടങ്ങല്ലേ. ഇനി പറിച്ചോ, അല്ല ഇനി നല്ലൊരു തൈയാണ്ട് നോക്കിയിട്ട് ഒന്ന് ക്വാർട്ടേഴ്സിൽ വെക്കണം. ഒന്ന് എത്ര 2 3 എത്ര ഏതാ പിടിക്കാന്ന് അറിയില്ലോ. അത് കൊത്തിക്കൂടി. അങ്ങനെ ഉമ്മതാ വേപ്പൊക്കെ പറിച്ചുട്ടോ. ക്വാർട്ടേഴ്സിൽ വെക്കാനുണ്ട്, സ്ഥലത്ത് കൊണ്ടുവെക്കാനുണ്ട്. മോനെ ഞങ്ങള് പോവാട്ടാ. സല ഉമ്മാനെ കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുപോവാ ഉമ്മാനെ. ഞാൻ കൊണ്ടുപോവാ ഇട്ടോണത്തേക്ക്, അല്ല സോറി മാട്ടായിക്ക്. ഇജ്ജ് പോരണോ? മോൾട്ടി തമ്മാട് മുണ്ടാതിരിക്കണു. ഞങ്ങൾ കൊണ്ടോട്ടെ. ഓന് കളിക്കണോടത്ത് കൊണ്ടുപോയിട്ടിക്കോ. അപ്പം ഞങ്ങൾ ഇതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഏതായാലും സമയമില്ല. ഇന്ന് ഞാൻ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ സമയമില്ല കേട്ടോ. നേരം 6 മണിയാവാറായി. കുറേ സാധനം അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് എടുത്തിക്കണെന്നുള്ളത്.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നാളെ ഇൻഷാ അല്ലാഹ് കാലത്ത് വേണം എവിടേക്ക് പോകാൻ, ഞങ്ങളെ സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ കുഴിച്ചിറാൻ. കൊച്ചുമോളുടെ ഉമ്മാനോട് സംസാരിക്കാൻ കേട്ടോ. എൻ്റെ ഉമ്മ കൊച്ചുമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മ നിങ്ങൾ പോവാണോ ചോദിച്ചിട്ട് മോൾട്ടി പിണങ്ങിയിട്ടിരിക്കുന്നുണ്ട്. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് വരണം. അല്ല അത് എനിക്കെല്ലാവരും ഒരുപോലെ തന്നെ. അവള് പിന്നെ തിങ്കളാഴ്ചയും കൂടി സ്കൂളിൽ പോയിട്ട് വരട്ടെ. എന്നിട്ട് അങ്ങനെ എല്ലാവരും ഞങ്ങൾ പോണത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോണത് നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കൊച്ചുമോളും മോൾട്ടിയും മോനും വിഷമിച്ചിരിക്കുന്നു. ഇനി നിങ്ങളൊക്കെ വേഗം കുടിക്ക് പോയിക്കോളി മക്കളെ. നിങ്ങൾ ഒറ്റയ്ക്ക് കൂടി ഇരുന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പോയിക്കോളിട്ടാ. അപ്പം നമുക്ക് ഇറങ്ങല്ലേ അമ്മ? ഓട്ടോക്കുള്ളുണ്ട്, ഞങ്ങൾ ബസ്സിലെ പോണ്. അങ്ങനെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കെട്ടഴിച്ചിട്ട് ഇതാ ഉമ്മ മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങൊക്കെ പൊട്ടിച്ചു. പിന്നെ എൻ്റെ ഉമ്മക്ക് ശാന്തേച്ചി കൊടുന്നോട്ട് തരത്തില്ല, വേറെ തരത്തിലുള്ളൊരു മാങ്ങ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടി. കൊച്ചുമോളുടെ ഉമ്മ 2-3 പഴുത്ത മാങ്ങി തന്നു കേട്ടോ വരുമ്പോൾ. അത് 2 ശാന്തേച്ചി കൊടുത്തത്. പിന്നെ ഇതാ ചാമ്പങ്ങ പൊട്ടിച്ചതാണ് കേട്ടോ, കവറ് ചാമ്പങ്ങ ഉണ്ട്. മുരിങ്ങൻ്റെ ഇല പൊട്ടിച്ചു. ഈ ചെടികളൊക്കെ ഇനി വേറെ പരത്തിയൊക്കെ ഉണ്ട്. ഇത് ഒരു ബാഗിൽ നിന്ന് എടുത്ത് പുറത്ത് കിട്ടും. അതൊക്കെ മുളക്, ചീനമുളക് ഉപ്പിലിട്ടത് അമ്മ അല്ലേ, സുർക്കയിലിട്ടത്. ചാമ്പക്ക ഉപ്പിലും മുളകിലും തിരുമ്പിയിട്ട് പകുതിയോളം നുറുക്കിയിട്ട് കൊടുത്തിട്ടോ. അത് കംപ്ലീറ്റ് അവർ കഴിച്ചേ. ഇനി അടുത്തത് മാങ്ങ ഉപ്പിലും മുളകിലും തിരുമ്പിയിട്ട് വേണം വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും നിസ്കരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട്. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ മാങ്ങ നുറുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ കുഞ്ഞോ? അങ്ങനെ ഉപ്പും മുളകും തിരുമ്പിയിട്ട് മക്കൾക്കും ഞങ്ങളും കഴിക്കാൻ പോവാണ് കേട്ടോ. ഉപ്പും മുളകും വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. മറ്റേ ഇതാ ചെമ്പട വെള്ളത്തിലാക്കിയിട്ട് വെച്ചിട്ട് കേട്ടോ. നാളെ ഇതൊക്കെ വേണം സെറ്റാക്കാൻ. ഈ ചെടിയുണ്ട്, പൂവുള്ള ചെടി കണ്ടോ. ഇതൊക്കെ ഇനി നാളേക്ക് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലാക്കിയിട്ട് വെച്ചിക്കുക. അതുപോലെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഈ നാളെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനുള്ളതാണ് കേട്ടോ. വേപ്പിൻ്റെ തൈയും കുറച്ച് ഇലച്ചെടികളും പിന്നെന്താ മുരിങ്ങയുടെ കൊമ്പ്, മുല്ലപ്പൂവിൻ്റെ ഉണ്ട്, എല്ലാം കൂടിയിട്ട് നാളെ പോകണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പുതിയ വീട്ടിലേക്ക് കുഴിച്ചിടാൻ പോണത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഒരുപാട് വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.